ഈ തവണത്തെ നമ്മുടെ റോഡ് ട്രിപ്പ് ഓസ്ട്രേലിയയിലെ തന്നെ സ്മോളസ്റ്റ് സ്റ്റേറ്റായ ഐലൻഡ് സ്റ്റേറ്റായ ടാസ്മേനിയയിലേക്കാണ്. ഓസ്ട്രേലിയയുടെ തന്നെ മിനി സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന ഈ ബ്യൂട്ടിഫുൾ കൺട്രി നമ്മൾ 7 ദിവസം കൊണ്ട് റോഡ് ട്രിപ്പിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ റഗഡ് മൗണ്ടൻസും ഡെൻസ് ഫോറസ്റ്റും അതിമനോഹരമായ ബീച്ചസും നമ്മൾ വാൻ ലൈഫിൽ കൂടെ കണ്ടറിയാൻ പോവാണ്. സോ വെൽക്കം ടു ടാസ്മേനിയ, ഹോബർട്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നലെ നമ്മൾ വന്ന് കിടന്ന ഒരു ക്യാരവൻ സൈറ്റ് അത്ര രസമില്ലായിരുന്നു. കാരണം അത് റിനോവേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഷോ ഗ്രൗണ്ട് പോലെ ചുമ്മാ കിടക്കുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. ടോയ്ലറ്റ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഒന്നും ഒരു നല്ലതല്ലായിരുന്നു, ക്ലീൻ അല്ലായിരുന്നു. അപ്പോൾ നമ്മളതൊന്നും ഉപയോഗിച്ചില്ല. പിന്നെ ഇന്നലെ ഫുള്ളി ബുക്ക്ഡ് ഔട്ട് ആയിരുന്നു നല്ലതൊക്കെ ഉള്ളത്. അതായത് $55 ഈ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിപ്പം $35 ആയുള്ളൂ. പക്ഷെ നമുക്കൊന്നും ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാത്രി എടുക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല സൈറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും. ഇന്നലെ ഇതിൻ്റെ അകത്ത് തന്നെ കുക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് മൗണ്ട് വെല്ലിംഗ്ടൺ ആണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 35 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. അപ്പം നമുക്ക് മൗണ്ട് വെല്ലിംഗ്ടൺ കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇതാണ് മൗണ്ട് വെല്ലിംഗ്ടൺ. നമ്മൾ ഏകദേശം 4000 ഫീറ്റ് ഫ്രം സീ ലെവലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കോടയും ഇതൊക്കെ ആയി. ഉച്ചയാണ്, ഉച്ച സമയം ഏകദേശം 1 മണിയായി. എന്നാലും വെയിലും ഉണ്ട്, അത്യാവശ്യം തണുപ്പും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ലുക്ക് ഔട്ട്. നിങ്ങൾ ടാസ്മേനിയ വരുവാണെങ്കിൽ, ഹോബർട്ടിൽ വരുവാണെങ്കിൽ ഇവിടെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അടിപൊളി. മൗണ്ട് വെല്ലിംഗ്ടൻ്റെ ഒരു സൈഡാണിത് നിങ്ങൾ ഈ കാണുന്നത് കേട്ടത്. ഫ്രണ്ടിൽ കാണുന്നത് എന്ത് രസമാണെന്ന് നോക്കി. ക്ലൗഡ്സ് ഇങ്ങനെ മലയെ തട്ടിപ്പോകുന്ന അതൊരു രസം തന്നെ കേട്ടോ. അടിപൊളി. ഇവിടെ അഡ്ലൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈയസ്റ്റ് ലാൻഡായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ടാസ്മേനിയ. ഇവിടെ മഴ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഒരു ഉണങ്ങി വരണ്ട് ആയിട്ട് കിടക്കുന്നത്. പുല്ലുകളൊക്കെ ആണെങ്കിലും ഒരു പച്ചപ്പില്ലാത്ത അതുകൊണ്ടാണ്. അപ്പം ഈ വർഷമാണെങ്കിൽ ഇവർക്ക് മഴ കിട്ടിയിട്ടേ ഇല്ല. അപ്പം അതാണ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. പക്ഷെ കാലാവസ്ഥ നല്ലതാണ്. ഇനിയിപ്പം ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ തണുപ്പ് കൂടുമായിരിക്കും. പക്ഷെ ഇപ്പം ഏതായാലും നല്ല രസമാണ്. നമുക്ക്
ഒട്ടും വേർക്കത്തില്ല, നല്ല കാലാവസ്ഥയാണ്. നമ്മളിനിയിപ്പോൾ അടുത്ത് ക്യാമ്പ് ഗ്രൗണ്ട് തപ്പി പോവാണ്. ഒരു റസൽ ഫോൾസിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് തപ്പി പോവാണ്. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം സ്റ്റേ ചെയ്യുക. നാളെ നമ്മൾ ആ ഫോൾസ് കാണാൻ പോകും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൽ എത്തി കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്യാമ്പ് സൈറ്റിൽ എത്താൻ പറ്റിയില്ല. കാരണം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെയും 1 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ നോർഫോക്ക് എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജ് ആട്ടോ, ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചു. അത്യാവശ്യം നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ പുറകിൽ ഒരു ലേക്ക് ഉണ്ട്. നല്ല രസമുണ്ട് ക്യാമ്പ് സൈറ്റ് കാണാൻ. ഞാൻ ഇച്ചിരി നേരം അവിടെ പോയി ആ ലേക്കിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു. നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ പന്നി ഉണ്ടാക്കാൻ പോവുക. കുക്കിംഗ് ഡേ ആണ്. കട്ട് ചെയ്യുക, ഉണ്ടാക്കുക, എന്നിട്ട് ഇന്നത്തേക്ക് വൈൻഡ് ഡൗൺ ചെയ്യാം. അപ്പം നാളെ ഏതായാലും ആ ഫോൾസിൻ്റെ അവിടെ എത്താമെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ കാണാം. ബൈ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ റസൽ ഫോൾസിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ റസൽ ഫോൾസിലേക്ക് ഓൺ ദ വേയിലാണ്. അപ്പം അവിടെ പോകുന്ന വഴിക്കുള്ള ഒരു സംഭവമാണിത്. ഇത് വെസ്റ്റർ വേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ റാസ്ബെറി, ബ്ലൂബെറി, സ്ട്രോബെറീസിൻ്റെ ഒരു ചെറിയ ഫാമാണ് ഈ കാണുന്നത്. ഇതെല്ലാം സ്ട്രോബെറീസാണ്. അപ്പോൾ അവർ പറഞ്ഞ എൻട്രി ഫീസ് ഇല്ല ഇതിന്. പകരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ ഒരു പാക്കറ്റിൽ നിങ്ങൾക്ക് ഇത് ബ്ലൂബെറീസോ എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെയ്റ്റിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് അവർ ചാർജ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ വന്ന സീസൺ നല്ലതല്ല, ഇതിൻ്റെ ഒന്നും ഒരു ടൈമല്ല. എന്നാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും സ്ട്രോബെറീസ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം സ്ട്രോബെറീസ് തപ്പിയുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ നമുക്ക് സ്ട്രോബെറീസ് പിക്ക് ചെയ്യാം. നമ്മൾ കേൾക്കാത്ത കുറേ ബെറീസും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടില്ല. ബോയ്സൺ ബെറീസോ, അതുപോലെ തന്നെ സിൽവൻ ബെറീസ്. ഇതൊക്കെ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെയിൻ
ഷോപ്പുകളിലെല്ലാം നമ്മൾ ബ്ലൂബെറി ബ്ലാക്ക്ബെറീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ സംഭവം കേട്ടിട്ടില്ല. ഇതന്നെ ജോസ്റ്റർ ബെറി. ഇങ്ങനത്തെ കുറെ ചെടികളുണ്ട്, നമുക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു എന്തുവാണെന്ന്. ഇല്ല അത് വൈൻ്റെ തന്നെയാന്ന് തോന്നുന്നു, ഇതല്ല വൈൻ്റെ അല്ല, പക്ഷെ അതിവിടെ ബെറി എന്ന് പറഞ്ഞു കാറ്റഗറിയിൽ വരുന്നത്. അത് ഇന്ന് വന്ന ഡേ നമ്മുടെ ഒരു ഇതല്ല, മഴ ആയതുകൊണ്ടൊരു എല്ലാം മൂടി കിടക്കും കേട്ടോ. ഇപ്പം സണ്ണി ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടി നല്ല വിഷ്വൽസ് കിട്ടിയേനെ, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം സ്ട്രോബെറി കിട്ടിയല്ലേ അമ്മോ? കാണിച്ചേ. നൈസ്. ആ റസൽ ഫോൾസിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു റിവർ കഫേ ആണ് കേട്ടോ. അടിപൊളി വൈബാണ്, നല്ല കാം ആൻഡ് പീസ്ഫുൾ കഫേ. ഞങ്ങളിവിടെ ഇരുന്നൊരു ചായയും ടോസ്റ്റൊക്കെ കഴിച്ചു, രസമാണ്. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്, ഇനിയിപ്പോൾ ഫോൾസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഈ ഇവിടുത്തെ വീടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇവിടുത്തെ മിക്ക വീടുകളും ഈ പലക പോലത്തെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതൊക്കെ പഴയ വീടുകൾക്കാണ് ഇങ്ങനെ വന്നേക്കുന്നത്. പുതിയതിന് ബ്രിക്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്, പക്ഷേ കൂടുതൽ ഇവിടെ പഴയ വീടുകൾ അതും ഇങ്ങനത്തതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രസമുണ്ട് കേട്ടോ, നല്ല ഒരു പീസ്ഫുൾ കാംഫുൾ ഏരിയ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇനിയും ഫോൾസിൻ്റെ അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ കണ്ട ഫോൾസാണ് റസൽ ഫോൾസ്. കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. നമ്മളിനി ഒരു ടോൾ ട്രീ എന്ന് പറഞ്ഞ സംഭവം കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് എല്ലാം ചെളിയായിട്ട് കിടക്കും കേട്ടോ. എൻ്റെ ഷൂ കുഴപ്പമില്ല, പക്ഷെ അമ്മുവിൻ്റെ അത്യാവശ്യം റെയിനിന് പറ്റിയ ഷൂ അല്ല. ഏതായാലും നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ വർഷങ്ങൾ വീണ് കിടക്കുന്ന മരങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നല്ല സൈസുള്ള മരങ്ങളാണ് ഈ വീണ് കിടക്കുന്നത്, പായൽ പിടിച്ച് കിടക്കുക.
അപ്പം നമുക്ക് ഏതായാലും ടോൾ ട്രീയുടെ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇത് കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് കെയ്ൻസിലെ റെയിൻ ട്രീ ഫോറസ്റ്റ് ആണ് കേട്ടോ. ആ സെയിം വൈബ് തന്നെ. അവിടെ ആക്ച്വലി മഴയില്ലായിരുന്നു. അമ്മു അടുത്ത് സൈഡിൽ പോയി ഇരിക്കാൻ പോവാ. അല്പം കൂടി ഉള്ളന്നേ, വാ. തണുത്തിട്ടോ അതോ മഴ? ആ, നമുക്ക് ആ വരുന്നവരോടൊന്ന് ചോദിച്ചു നോക്കാം ഇനി അധികം ഉണ്ടോന്ന്. സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി. അയ്യോ, പക്ഷെ രസമുണ്ട് കേട്ടോ. നമ്മുടെ ആ കാർഡിയോ അങ്ങോട്ട് സെറ്റല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇച്ചിരി കട്ടിയായിട്ട് തോന്നുന്നത്. നമ്മുടെ മുമ്പേ പോയവരൊക്കെ ചുമ്മാ പുട്ട് പോലെ കയറിപ്പോയി കേട്ടോ. അമ്മു, കാർഡിയോ പിക്കപ്പ് ചെയ്യ്. കമോൺ കമോൺ ഇന്ത്യ. ഈ കാണുന്ന ഫോൾസിൻ്റെ മേള് ചുമ്മാതല്ല, നമ്മൾ മടുത്ത്. ഓ വാവ്, ഓ വാവ്, അതായാലും വെർത്തിട്ടായി കേട്ടോ. ഇത്രയും സ്റ്റെപ്പ് കയറിയാലും ഈ വ്യൂ ആബ്സല്യൂട്ട്ലി വെർത്തിട്ടാണ്. മഴയും കൂടി കുറവുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ബട്ട് എന്നാലും നോ കംപ്ലൈൻറ്റ്സ്. ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു കേട്ടോ. എന്ത് രസമായിരിക്കുന്നു. വാവ്. ഇതാണ് ടോൾ ട്രീ കേട്ടോ. ഏകദേശം 235 ഫീറ്റ് പൊക്കത്തിൽ നിൽക്കുന്ന ഒരു മരമാണ് ഈ കാണുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കണ്ട ആ മരത്തിൻ്റെ വർഷങ്ങൾ എത്ര പഴക്കമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഏബിൾ ടാസ്മാൻ ഇവിടെ വന്നപ്പോൾ, അതായത് 1642 വന്നപ്പോഴും അത് വളർന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം എത്ര വർഷം പഴക്കമുള്ള ഒരു ട്രീയാണ് നമ്മൾ ഈ കണ്ടതെന്ന്. അതായത് 16th സെഞ്ച്വറിയിൽ പോലും വളർന്നുകൊണ്ടിരുന്ന ഒരു ട്രീ ആണ്. അപ്പം പല ഫയേഴ്സും പല കാര്യങ്ങളും വന്നാലും ഇതുവരെ ആ മരത്തിനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അതൊരു ഇൻക്രെഡിബിൾ ഒരു വ്യൂ ആയിരുന്നു. ഏതായാലും ഈ വോക്ക് ഏതായാലും വെർത്തിട്ടായിരുന്നു. അത് കാരണം അതുപോലെ തന്നെ ഇഷ്ടം പോലെ പൊക്കമുള്ള മരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. റെയിൻ ഫോറസ്റ്റിൽ പിന്നെ നമ്മൾ എന്താണല്ലേ എക്സ്പെക്റ്റ് ചെയ്യണ്ടേ. അടിപൊളി. നമ്മൾ തിരിച്ച് നടന്നിറങ്ങി വന്നു കേട്ടോ. ബേസിക്കലി ആ കാണുന്ന കാടിൻ്റെ അകത്ത് കൂടെയാണ് നമ്മൾ നടന്ന് കയറിപ്പോയി കണ്ടത്. രസമുണ്ടായിരുന്നു. അപ്പം നടക്കാനൊക്കെ താല്പര്യമുള്ളവർ പോവുക, ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഇവിടെ ടാസ്മേനിയ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. കാരണം അറ്റ്ലീസ്റ്റ് ആദ്യം കണ്ട വാട്ടർഫോളെങ്കിലും പോയി കാണും. കാരണം നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോജനിക് വാട്ടർഫോൾസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ ക്യാമറയിൽ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ട്. ആ ഫേണും പിന്നെ ആ ഗ്രീനറിയും എല്ലാം കൂടി ആ സംഭവം അടിപൊളിയായിരുന്നു. ഇതെല്ലാവരും പോയി, സ്റ്റാഫ് എല്ലാം പോയി. ഇനിയും കുറച്ച് പേര് ഇത് ഈ കാടിൻ്റെ അകത്തുണ്ട്. ഇവർക്കൊന്നും പേടിയില്ല എന്നുള്ള, കാരണം ഇനിയിപ്പോൾ പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങും. പക്ഷേ അവരിങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ അകത്തൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതേ പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് ഇതേ ഓസ്ട്രേലിയ വന്നിട്ട് ഇതിനെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുക. ആഹാ, ഇപ്പം എല്ലാവരും ഇവിടുന്ന് പോയി തുടങ്ങുമ്പോഴത്തേക്കേ ഉള്ളൂ ഇതുങ്ങളൊക്കെ തിരിച്ചിങ്ങ് വരത്തുള്ളൂ. ഇതിൻ്റെ പേരറിയാത്തവർക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇത്
കാങ്കുരു പോലെ ഇരിക്കുന്നെങ്കിലും ഇത് കാങ്കുരു അല്ല, ഇത് വാലബീസ് എന്നാണ് പറയുന്നത്. പക്ഷെ വാലബീസിനെ ഞങ്ങളാളും ചെറിയ വ്യത്യാസമുണ്ട്. വാലബീസിൻ്റെ ചെറുതാണെന്ന് തോന്നുന്നു കേട്ടോ. നൈസ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കണ്ട ഒരു സംഭവം കേട്ടോ. ഇവിടെയൊക്കെ ആപ്പിളിന് $2 ചുമ്മാ വെച്ചേക്കുവാണ്. അവർ നമ്മളെ വിശ്വസിച്ച് വെച്ചേക്കുവാണ്. അപ്പം മണി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുക, എന്നിട്ട് ആവശ്യമുള്ളത് എടുക്കുക. ക്യാപ്സിക്കം ഉണ്ടല്ലേ. ക്യാപ്സിക്കൊക്കെ എന്ത് വിലയുള്ള സംഭവം. നമ്മുടെ അവിടെ $5 അത്ര ഒട്ടും കിട്ടും. ഇത് കോണ് ടൊമാറ്റോയ്ക്കൊക്കെ $4 ഇതെല്ലാം ഹോം ഗ്രോൺ ആണ്. പിന്നെ എഗ് പ്ലാന്റ് ഏറ്റവും ഇത് ആപ്പിൾ ആണ്, $2 അതെ, അവർ സെറ്റ് ചെയ്തേക്കുന്നത് ക്യൂട്ടായിട്ടല്ലേ. പക്ഷെ ക്യാമറ ഉണ്ട് കേട്ടോ. അതെ, മേളിലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതെ, വുഡിനത് രസമുണ്ട്. ഇതൊരു എലൻഡെയിൽ എന്ന് പറഞ്ഞൊരു ടൗണാണ്. രസമാണ്. പക്ഷെ ഓസ്ട്രേലിയയിലെ പോലെ തന്നെ 4 മണി ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാം അടച്ച് ഒരു മനുഷ്യനെ പിന്നെ കാണാൻ കിട്ടത്തില്ല. ഒരു ഫാമേഴ്സ് ലാൻഡാണെന്ന് തോന്നുന്നു. ഒരു മനുഷ്യരില്ല ഇവിടെ. ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ റസൽ വാട്ടർഫോൾസ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഒരു 60 കിലോമീറ്റേഴ്സ് മാറി നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ക്വീൻസ് ടൗൺ എന്ന് പറഞ്ഞ് ടാസ്മാനിയയുടെ ക്വീൻസ് ടൗൺ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതിക്ക് വെച്ച് ഒരു ലേക്ക് സൈഡ് കാരവൻ പാർക്കിൽ നമ്മൾ ഇന്നത്തെ രാത്രിയിൽ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. അപ്പം അധികം കാണാൻ പറ്റില്ല, നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇരുട്ടാൻ തുടങ്ങിയായിരുന്നു. ഇന്നത്തെ ഇവിടെ വൈൻഡ് ഡൗൺ ചെയ്യുകയാണ്. നാളെ നമ്മൾ ക്വീൻസ് ടൗണിലെത്തും. ഏകദേശം ഇവിടുന്ന് 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഇന്ന് എടുത്ത ഫുട്ടേജൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യാൻ ഉള്ള ഒരു ശ്രമമാണ്. കൂടെ നമ്മുടെ റൈസൊക്കെ കുക്കറിൽ വെച്ച്, ഇത് ഇവരുടെ ക്യാമ്പ് കിച്ചണാണ്. അത്യാവശ്യം നല്ല ക്യാമ്പ് കിച്ചണാണ്, ഒത്തിരി സൗകര്യം. അതെ, സൂപ്പർ. അപ്പം നമുക്ക് നാളെ കാണാം. ടാറ്റാ.